പത്മജ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹവും ബി ജെ പിയിൽ ചേർന്നേനെന്ന്. അതിനിടയ്ക്ക് കെ മുരളീധരൻ പറയുന്നത് കേട്ടു, അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ മോളിങ്ങനെ പോവില്ലായിരുന്നു. തിരുവനന്തപുരത്ത് കെ കരുണാകരൻ മാള എങ്ങനെ സൃഷ്ടിച്ചു അതുപോലെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് ഒരു മാളയാക്കി അദ്ദേഹം മാറ്റി അവിടെ നിലകൊള്ളുക. ആ IPSൻ്റെ യാതൊരു ഹുങ്കുമില്ല, ഒരു വളരെ സാധാരണക്കാരി. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഒരു DGPയും കൗൺസിലറായിട്ട് മത്സരിക്കാൻ തയ്യാറാവില്ല. പഞ്ചായത്ത് മെമ്പറോ കൗൺസിലറായിട്ട് മത്സരിക്കും ഏത് DGP എടുത്ത് പറഞ്ഞാലും ഓർഡറാന്ന് പറയും. പക്ഷേ അവർ അതൊരു ജനങ്ങളുടെ സേവനത്തിനുള്ള മാർഗ്ഗമായിട്ട് കണ്ട് നിന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. 3 പേരും മോശമല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ മനസ്സിലായി. ചിലർ പറയുന്നുണ്ട് പക്ഷേ പോരാ, മറ്റവരുമായിട്ട് പിടിച്ച് നിൽക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ഘട്ട ത്രികോണ മത്സരം തന്നെയാണ്. ഘട്ട ത്രികോണ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഓരോ തിരഞ്ഞെടുപ്പിലും കൗതുകകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറാറുണ്ട്. അതിൽ ഒന്ന് പക്ഷം മാറി ജനവിധി തേടുന്ന ചിലരുടെ കാര്യമാണ്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കേരളം കണ്ട ഏറ്റവും കരുത്തനായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്, അല്ലെങ്കിൽ ഏറ്റവും കരുത്തനെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം, കെ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ഇക്കുറി ജനവിധി തേടുന്നുണ്ട്. കെ മുരളീധരൻ, പത്മജ വേണുഗോപാൽ. പത്മജ BJP ടിക്കറ്റിൽ മത്സരിക്കുമ്പോൾ ഇപ്പുറത്ത് കെ മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുകയാണ് വട്ടിയൂർക്കാവിൽ. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മരുമകൻ മത്സര രംഗത്തുണ്ട്. അദ്ദേഹം 2020 വേണ്ടിയാണ് മത്സരിക്കുന്നത്. AK ആൻ്റണിയുടെ മകൻ BJP പക്ഷത്തേക്ക് പോയെങ്കിലും മത്സര രംഗത്തില്ല. ഈ വിഷയം തീർച്ചയായിട്ടും കേരളത്തിലെ സമ്മതിദായകർക്ക് ഒരു ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യമാണ്, അതുപോലെ തന്നെ കൗതുകമുണർത്തുന്ന കാര്യവുമാണ്. പരിശോധിക്കാം നമുക്ക്. വലിയ നേതാക്കളുടെ മക്കൾ മറുപക്ഷത്തേക്ക് പോകുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രതികരണം, അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്നും രാജിവെച്ച് മറുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്ന നിരവധി പേരെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ തിരഞ്ഞെടുപ്പിലും അത് ഉണ്ടാകാറുണ്ട്. അത് ഒട്ടേറെയുണ്ട്. നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CC മുകുന്ദനുണ്ട്, TK ഗോവിന്ദനുണ്ട്, കുഞ്ഞികൃഷ്ണനുണ്ട്. അതിനോടൊപ്പം തന്നെ നിഷ്പക്ഷനായി മത്സരിക്കുന്ന സാക്ഷാൽ ജി സുധാകരനുണ്ട്. അങ്ങനെ ഒട്ടേറെ പേരുണ്ട്. അപ്പോൾ അതിൽ നിന്നും വേറിട്ട് നിൽക്കുകയാണ് AK ആൻ്റണിയുടെ മകൻ, കെ കരുണാകരൻ്റെ മകൾ, ഉമ്മൻചാണ്ടിയുടെ മരുമകൻ. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ്റെ ഭർത്താവ് വർഗീസ് ജോർജാണ് കൊടുങ്ങല്ലൂരിൽ 2020 വേണ്ടി മത്സരിക്കുന്നത്. നമുക്കാദ്യം കെ കരുണാകരൻ്റെ വീട്ടിലേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ മത്സര രംഗത്തുണ്ട്. കെ മുരളീധരൻ തീർച്ചയായിട്ടും നമുക്കറിയാം, മുതിർന്ന കോൺഗ്രസ് നേതാവ്. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി വട്ടിയൂർക്കാവിൽ മത്സരിക്കുമ്പോൾ സഹോദരി പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ BJPക്ക് വേണ്ടി മത്സരിക്കുകയാണ്. ഈ കാര്യത്തിൽ എന്താണ്? ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനം തന്നെയാണ്. എങ്കിലും ഒരു രാഷ്ട്രീയ കൗതുകം, അതിനോടൊപ്പം തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന കുറേയേറെ രാഷ്ട്രീയങ്ങളുണ്ട്, രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. എന്താണ് അക്കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, ഇത് ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഒരു ട്രെൻഡ് കേരളത്തിലും വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കൈപ്പത്തി പതുക്കെ പതുക്കെ ചുരുണ്ട് താമരയുടെ മൂട്ടിൽ വന്ന് പിടിച്ച് താമരയെ ഉയർത്തുന്ന, താമരത്തണ്ടിൽ പിടിക്കുന്ന ഒരവസ്ഥ, താമരത്തണ്ടിൽ പിടിച്ച് താമരയെ ഉയർത്തുകയാണ്. അങ്ങനെ ചില കാഴ്ചകൾ ഇന്ത്യയിൽ പല കോൺഗ്രസ്സുകാരും നടത്തി നമ്മൾ കണ്ടു. പക്ഷെ അതിപ്പോൾ കേരളത്തിലേക്കും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന AK ആൻ്റണിയുടെ മകൻ അങ്ങനെ താമരയിലേക്ക് മാറുന്നു. ഇപ്പോൾ കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ, ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ്സിന് 67 ശേഷം ഒരു അടിത്തറ ഉണ്ടാക്കിയ ആളെന്ന് പറഞ്ഞാൽ, പനമ്പള്ളി ഗോവിന്ദമേനോന് ശേഷം ഇത്തരത്തിൽ ഉറച്ചു നിന്ന് അടിത്തറ ഉണ്ടാക്കിയ കെ കരുണാകരൻ്റെ കുടുംബത്തിൽ മുരളി മന്ദിരത്തിൽ ഒരു കൈപ്പത്തിയും ഒരു താമരയും വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത് സന്ദേശം സിനിമയിൽ നമ്മൾ കണ്ട പോലെയാണ്. ഒരാൾ കോൺഗ്രസിൻ്റെ രൂപത്തിലുള്ള ഒരു പാർട്ടിയിൽ നിൽക്കുന്നു, മറ്റേയാൾ കമ്മ്യൂണിസ്റ്റിൻ്റെ റവല്യൂഷണറി പാർട്ടിയിൽ നിൽക്കുന്നു. ഇവർ രണ്ടുപേരും നടത്തുന്ന സംഘർഷത്തിൽ അച്ഛനും അമ്മയും കിടന്ന് വലയുന്നതാണ് സന്ദേശം സിനിമ നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ ഭാഗ്യത്തിന് കെ കരുണാകരനും കല്യാണിക്കുട്ടിയമ്മയും അതിനു മുമ്പായിട്ട് അവർക്കിത് കാണാൻ ഇട വന്നില്ല. അതിനു മുമ്പായിട്ട് അവർക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ 2 മക്കൾ അങ്ങനെ പോരടിച്ച് ഇപ്പോഴും നിൽക്കുകയാണ്. ഞാൻ ഇന്നലെയും കേട്ടു, പത്മജ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹവും
BJPയിൽ ചേർന്നേനെന്ന്. അതിനിടയ്ക്ക് കെ മുരളീധരൻ പറയുന്നത് കേട്ടു, അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ മോളിങ്ങനെ പോവില്ലായിരുന്നു, കൈപ്പത്തി ചിഹ്നത്തിൽ തിരുവനന്തപുരത്ത് തന്നെ നിന്നേനെ, തൃശ്ശൂർ തന്നെ നിന്നേനെ എന്ന്. എന്തായാലും പോർക്കളത്തിൽ ഇപ്പം സജീവമായിട്ട് 2 ദേശീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ പിടിച്ചുകൊണ്ട് വടക്കുംനാഥൻ്റെ നടയിൽ മകൾ കെ കരുണാകരൻ്റെ മകൾ പത്മജ നിൽക്കുമ്പോൾ, ഇവിടെ പത്മനാഭൻ്റെ മുമ്പിൽ കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ കൈപ്പത്തിയുമായി നിൽക്കുകയാണ്. അതെ. അപ്പോൾ ഈ മുരളി മന്ദിരത്തിലേക്ക് ഒരു താമരയും ഒരു കൈപ്പത്തിയും ഒന്നിച്ച് ഉയർന്നു വരുമോ? അതെ. അതോ ഇതിലേത് ഉയർന്നു വരും എന്നുള്ളത് ജനങ്ങൾക്ക് വലിയ ആകാംക്ഷയായിട്ട് അതും ഒന്ന് വിലയിരുത്തേണ്ട വിഷയം തന്നെയാണ്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ സീസൺഡ് പൊളിറ്റീഷ്യൻ, അദ്ദേഹത്തിൻ്റെ കെ കരുണാകരൻ്റെ അത്രയും എത്തിയില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ വലുതാണ് കെ മുരളീധരൻ്റെ. നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 10-ൽ നിന്നും 20-ലേക്ക് എത്തിച്ച, അതായത് 8+2 UDFൻ്റെ സ്കോർ ഇവിടെ 10, ഇതിപ്പോൾ 20-ലേക്ക് എത്തിച്ചു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി വളരെ മികച്ചത് തന്നെയാണ്. അത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കമാൻഡിങ് പവർ, ആ ഒരു മെയ്വഴക്കം വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യുമോ? അദ്ദേഹത്തിന് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ തിക്താനുഭവങ്ങളിലൂടെ വളർന്നയാളാണ്. അത് ഒരുപക്ഷെ അദ്ദേഹം വളരെ വീക്കായിരുന്നു ആദ്യം. അദ്ദേഹത്തിനെ പലരും കളിയാക്കിയിരുന്നു, അദ്ദേഹം ഒരു കഴിവില്ലാത്ത ആളാണെന്ന് പറഞ്ഞു. 1989 അങ്ങനെ കെ കരുണാകരൻ ഒന്നിന് പോയ സമയത്ത് AK ആൻ്റണി നിർദ്ദേശിച്ച പേരാണ് കെ മുരളീധരൻ കോഴിക്കോട് MP ആയിട്ട് മത്സരിക്കണം എന്നുള്ളത്. അന്ന് മുതൽ തുടങ്ങിയതാണ് 1980. അങ്ങനെ ഒരു തമാശയുണ്ടായിരുന്നു. തമാശയുണ്ട്. അദ്ദേഹം ഒന്ന് മൂത്രമൊഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതിനിടയ്ക്കാണ് പിന്നെ AK ആൻ്റണി ഈ പേര് നിർദ്ദേശിക്കുന്നത്. കാരണം അച്ഛൻ ഇരിക്കുമ്പോൾ മോൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ തുടങ്ങിയ തുടക്കം. പിന്നീട് അത് 89-ൽ, അത് കഴിഞ്ഞിട്ട് 91-ൽ, പിന്നെ 99-ലുമൊക്കെ അദ്ദേഹം ജയിക്കും. 96-ൽ അദ്ദേഹം തോറ്റുപോയി. 99-ലുമൊക്കെ അദ്ദേഹം ജയിക്കുകയുണ്ടായി. അങ്ങനെ 3 പ്രാവശ്യം അവിടെ നിന്ന് ജയിച്ച് കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ആ മട്ടും ഭാവമൊക്കെ ഒന്ന് മാറി നല്ല മിടുമിടുക്കനായ ഒരു പൊളിറ്റീഷ്യനായിട്ട് വളർന്നു പോയി. കാരണം പാർലമെൻറ്റിൽ ഈ 540 പേരിൽ ഒരു പകുതിയെങ്കിലും ഭയങ്കര പെർഫോമൻസ് കാണിക്കുന്നവരാണ്. ഈ ഇന്ത്യയിൽ നമുക്കറിയാലോ 140 കോടിയിൽ നിന്ന് കടഞ്ഞെടുത്ത പോലെ വരുന്ന ഒരു 540 പേരാണ് അവിടെ ഇരിക്കുന്നത്. അതിലൊരു പകുതിയൊക്കെ സ്പോൺസേർഡ് കാൻഡിഡേറ്റ്സും അതും ഇതൊക്കെ ആയിട്ട് വരാം. പക്ഷേ ഒരു പകുതിയെങ്കിലും, എന്നോടൊരു വലിയ പിന്നെ പൊളിറ്റീഷ്യൻ പറഞ്ഞതാണ്, കോൺഗ്രസ്സിലെ ഒരു തലമുതിർന്ന നേതാവ് പറഞ്ഞതാണ്, പാർലമെൻറ്റിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു 5 വർഷം കൊണ്ട് തന്നെ നമ്മൾ മിടുമിടുക്കനാവും. അല്ലെങ്കിൽ അവൻ ഒന്നാം തരം ബഫൂണും മണ്ടനുമായിരിക്കണം. അല്ലെങ്കിൽ ആ വേദി ഭംഗിയായിട്ട് നമുക്ക് വളരാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പലതും കേൾക്കുകയല്ലേ, പലരും സംസാരിക്കുന്ന രീതി, അവരുടെ പ്രസൻറ്റേഷൻ, അവർ എതിരാളിയെ എങ്ങനെ നേരിടുന്നു, അതിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ രാജ്യത്ത് മൊത്തം നടക്കുന്നത് കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന ആൾക്കാരിൽ നിന്നും ഊർജ്ജം ഉൾക്കൊള്ളുന്നത്, അങ്ങനെ ഊർജ്ജം ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരാളാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത്. അദ്ദേഹം KPC പ്രസിഡന്റ്, KPC ജനറൽ സെക്രട്ടറി ആയിരുന്നു, അതുപോലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ പ്രസിഡൻ്റായി. അദ്ദേഹം പ്രസിഡൻ്റായപ്പോൾ സൂപ്പർ പ്രസിഡൻ്റായിരുന്നു. കേരളത്തിൽ ഇത്രയും നല്ല ഒരു മിടുക്കൻ KPC പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്ന് വേണേൽ പറയാം. കേരളത്തിൻ്റെ പാർട്ടിയെ, പിന്നെ കോൺഗ്രസ് പാർട്ടിയെ ഇത്ര അച്ചടക്കത്തോടു കൂടി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു KPC പ്രസിഡന്റ് വേറെ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ വിധത്തിൽ അദ്ദേഹം കൊണ്ടുവന്നതാണ്. പക്ഷേ അദ്ദേഹത്തിനെ ആരോ വഴിതെറ്റിച്ച് 2004 സാറ് അടുത്ത ഇതിൽ സാറിന് മുഖ്യമന്ത്രി ആവേണ്ട ആളാണ്, മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഒരു ശകലം പേരിട് മന്ത്രിയായിരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഇലക്ട്രിസിറ്റി മന്ത്രിയായിട്ടെന്ന് 2004 AK ആൻ്റണി നിയോഗിക്കുകയാണ്. അത് വലിയൊരു അബദ്ധമാണ് കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 6 മാസമല്ലേ എങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഇലക്ഷന് പോയി നിൽക്കണമല്ലോ. അങ്ങനെ വടക്കാഞ്ചേരിയിൽ പോയി നിന്ന് നമ്മുടെ AC മൊയ്തീനുമായിട്ട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടത് വന്നത് മുതൽ അദ്ദേഹത്തിന് പിന്നെ കഷ്ടകാലമായിരുന്നു. പിന്നെ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളായി, അദ്ദേഹത്തിന് തഴയലായി, വെട്ടിയൊതുക്കലായി. അവസാനം അദ്ദേഹം കൂടെ ഒരു കാരണമാണെന്ന് പറയുന്നു. എന്തായാലും പിന്നെ ഡിക്കുണ്ടാക്കി, ഡിക്കിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഡിക്കിനെ ഇതിനകത്ത് കയറ്റാനായിട്ട് അച്ഛൻ കെ കരുണാകരൻ ഒരുപാട് പാടുപെട്ടു. അവസാനം ഡിക്ക് തിരിച്ച് കോൺഗ്രസ്സിൽ വന്നപ്പോഴും ഇദ്ദേഹം NCPയിൽ നിന്ന് കളഞ്ഞു. ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് NCP നിന്നു. അവസാനം പിന്നീട് NCP കേരള ഘടകത്തെ മൊത്തം അദ്ദേഹം അച്ഛൻ്റെ മരണശേഷം ഇതിനകത്തോട്ട് ലയിപ്പിക്കാൻ നോക്കിയപ്പോൾ NCPക്കാർ ഇദ്ദേഹത്തിനെ പുറത്താക്കി. അതിനിടയ്ക്ക് അദ്ദേഹം NCP ടിക്കറ്റിൽ വയനാട് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു, തോറ്റുപോയി. ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. ആ ദുരന്തങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഒരു താവളമാണ് വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. അവിടെ നമ്മുടെ MP ജയകുമാർ അടക്കമുള്ളവർ
മൂന്നും നാലും പ്രാവശ്യം പാട്ടും പാടി ജയിച്ച് അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ഒരു മണ്ഡലമായിട്ടിരിക്കുന്ന സമയത്താണ് കെ മുരളീധരൻ 2011 വരുന്നതും ആ മണ്ഡലം പിടിച്ചെടുക്കുന്നതും. അതിനുശേഷം 2016 അദ്ദേഹം അതുപോലെ പിടിച്ചെടുത്ത് തിരുവനന്തപുരത്ത് കെ കരുണാകരൻ മാള എങ്ങനെ സൃഷ്ടിച്ചു അതുപോലെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് ഒരു മാളയാക്കി അദ്ദേഹം മാറ്റി അവിടെ നിലകൊള്ളുകയായിരുന്നു. വികസന കാര്യത്തിലൊക്കെ അദ്ദേഹം മികച്ച പ്രകടനമാണ്. വികസനം, ജനങ്ങളുമായി ബന്ധപ്പെടൽ, ക്ഷേമപ്രവർത്തനം, ജനങ്ങളുടെ കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന രീതി, വട്ടിയൂർക്കാവിലെ ആൾക്കാരെ അദ്ദേഹം പ്രത്യേകമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം. എപ്പോൾ ചെന്നാലും വട്ടിയൂർക്കാവിൽ നിന്ന് ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ഫെഡറേഷനിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാരൊക്കെ പറയുന്നത് വട്ടിയൂർക്കാവിൽ നിന്ന് വന്ന റെസിഡൻസ് അസോസിയേഷൻ നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാദ്യം വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമായിരുന്നു. എന്നിട്ട് അവരുടെ കാര്യം, കാരണം ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൊടുത്തിട്ട് അവരുടെ കാര്യം കേട്ട് അപ്പം തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്ത് ഒക്കെ പോകുന്ന ശൈലി മരുതുംകുഴി പാലം വർഷങ്ങളായിട്ട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് ഇദ്ദേഹത്തിൻ്റെ മുരളീധരൻ്റെ പീരീഡിലാണ് അതിന് വലിയ പ്രായോഗികമായ ചില കാര്യങ്ങൾ നടപ്പിലാക്കാനും ഒക്കെ കഴിഞ്ഞത് എന്നും അങ്ങനെ പല റോഡ് വികസനം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നിന്നപ്പോൾ വീണ്ടും ആരോ അദ്ദേഹത്തിനെ പറ്റിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. 2019 പറഞ്ഞു അങ്ങ് വടകര പോയി നിൽക്കണം. അത് പാർട്ടി നിർദ്ദേശിച്ചതാണ് അദ്ദേഹത്തിന്. അത് ഒരു പക്ഷേ അദ്ദേഹം സ്വീകരിക്കാതിരിക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്കിനിപ്പോൾ ഞാൻ 4-5 പ്രാവശ്യം MP ആയതാണ്, ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറുന്നതിന് പകരം അദ്ദേഹം അപ്പോൾ ആവശ്യം സ്വീകരിച്ച് വടകരയിൽ വേറെ ആരും പോയി നിന്നാൽ ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയതാണ്. ജയിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് പോയി. പക്ഷേ അതിനുശേഷം തിരിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന് ദുർഗതികൾ. അതിന് തിരിച്ചു വരുന്നില്ല, അതിന് മുമ്പേ തന്നെ MP ആയി നിന്നുകൊണ്ട് നേമത്ത് മത്സരിക്കാനായിട്ട് വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പം നേമത്ത് മത്സരിച്ചപ്പം മുതൽ അദ്ദേഹത്തിന് ഈ BJP-കാരുടെയും RSS-കാരുടെയും ഹിന്ദുത്വ ആൾക്കാരുടെയും ഒരു കണ്ണിലെ കരടായി. കാരണം നേമത്ത് അദ്ദേഹം 36,000 വോട്ട് പിടിച്ചതുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻ തോറ്റതും അത് തോൽപ്പിക്കാൻ വേണ്ടി അങ്ങനെ നിന്നതാണെന്നും തോൽപ്പിക്കാൻ ആ നാവ് ശക്തമായി ഉപയോഗിച്ചു എന്നുള്ളതും ഒക്കെ വലിയ വിഷയമായി എന്നും. അതിനുശേഷം പിന്നെ അദ്ദേഹം പോയി സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനായിട്ട് തൃശ്ശൂർ പോയി നിന്നു. അവിടെയും അദ്ദേഹം ദയനീയമായിട്ട് പരാജയപ്പെട്ടു. സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിധത്തിൽ അദ്ദേഹം ഒരു കോർണർ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വീണ്ടും വന്നു. അതായത് 2004 അദ്ദേഹം രാജാവായിരുന്നിടത്തുനിന്ന് പെട്ടെന്ന് താഴോട്ട് പോയ പോലെ വീണ്ടും ഒരു അവസ്ഥയിലേക്ക് വന്നു നിൽക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണമെങ്കിൽ ഈ ഒരു ഇലക്ഷനിൽ അദ്ദേഹത്തിന് മാന്യമായൊരു വിജയം കിട്ടണം. അങ്ങനെ UDF വരികയാണെങ്കിൽ ഒരു മന്ത്രിയായി വന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്കൊരു ഉയർച്ച വരികയുള്ളൂ. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇതേസമയം പത്മജയാണെങ്കിൽ തിരിച്ച് തൃശ്ശൂർ 2 പ്രാവശ്യമായിട്ട് ഇപ്പം ഇലക്ഷനിൽ നിൽക്കുകയാണ്. 2016 നിന്നും സുനിൽകുമാർ, CPIയുടെ സുനിൽകുമാർ അവിടുത്തെ പ്രഗത്ഭനായ നേതാവാണ്. അദ്ദേഹത്തിന് പിന്നീട് മന്ത്രിയൊക്കെ ആയല്ലോ 2016. അദ്ദേഹത്തിനുമായി മത്സരിച്ച് 6,900 അടുപ്പിച്ച് പുറത്തോട്ടിന് തോറ്റുപോയി. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചു. അത് കഴിഞ്ഞ് 2021 ഇപ്പോഴത്തെ MLA ആയ ശ്രീ ബാലേന്ദ്രനെതിരെ മത്സരിച്ചു. അവിടെയും വെറും നിസ്സാരമായ വോട്ടിനാണ് പത്മജ തോറ്റുപോയത്. 946 കണ്ട് വോട്ടിനാണ് തോറ്റു, 1000-ന് താഴെ വോട്ടിനാണ് തോറ്റുപോയത്. അത് കഴിഞ്ഞിപ്പോൾ BJP-യിൽ വന്നിരിക്കുന്നു. താമര ചിഹ്നത്തിൽ വീണ്ടും മത്സരിക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ളവർ അവിടെ 40,000 വോട്ട് BJP-ക്ക് വേണ്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് ഗോപാലകൃഷ്ണനാണെന്ന് തോന്നുന്നു. അവിടെ 16 നിന്നപ്പോഴും 30,000 അടുപ്പിച്ച് വോട്ട് കിട്ടിയതാണ്. അപ്പോൾ BJP-ക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ ഒരു 40,000-ന് പുറത്ത് വോട്ടുണ്ട്. അതും പത്മജയുടെ ഇത്രയും നാളത്തെ കോൺഗ്രസ്സിലെ ബന്ധം, അച്ഛനുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ബന്ധം, ഇതെല്ലാം ഉപയോഗിച്ച് കുറച്ച് വോട്ടും കൂടെ കിട്ടിയാൽ ഇത്തവണ പത്മജ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന തൃശ്ശൂർ, ഒരുപക്ഷെ നരേന്ദ്രമോദി ആദ്യം വരിക തൃശ്ശൂരായിരിക്കും എന്നാണ് പറഞ്ഞത്. കാരണം കരുണാകരൻ്റെ മകൾ വന്നപ്പം അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കണമല്ലോ. ആൻ്റണിയുടെ മകന് ദേശീയ തലത്തിൽ വലിയൊരു പരിഗണന കൊടുത്തിരുത്തിയിട്ടുണ്ട്. അതുപോലെ കരുണാകരൻ്റെ മകൾക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചായിരിക്കും അദ്ദേഹം തൃശ്ശൂരാണ് വന്ന് പ്രചരണം നടത്താനിപ്പോൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അനുകൂലമായൊരു യുദ്ധക്കളം 2 കൂട്ടരും ഒരുക്കി വെച്ചിട്ടുണ്ട്. കട്ട ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂരും തെറ്റില്ല. തൃശ്ശൂർ അത്രത്തോളം വലിയ ഒരു ഫൈറ്റ് എന്ന് പറയാം. ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ മത്സരം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒരു കവിയൊക്കെയാണ്, രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് പലരും പറയുന്നുണ്ട് ഇത്തവണ താമരയ്ക്ക് ഒരു ചാൻസ് ഉണ്ട്, പത്മജ വേണുഗോപാലിനൊരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ അവിടെ വളരെ ശക്തമായ ഫൈറ്റാണ്. അതെ, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണെന്ന് തോന്നുന്നു.
തീർച്ചയായിട്ടും. കെ മുരളീധരൻ്റെ പരിചയസമ്പത്തും അതിനോടൊപ്പം തന്നെ അതിനുശേഷം വന്ന വി കെ പ്രശാന്തും വളരെ മിടുക്കനായ ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം അവിടെ ഓടി നടന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരാളാണ്. തിരുവനന്തപുരം മേയർ എന്നുള്ള നിലയിൽ നല്ല പേരെടുത്തു. അതെ. അത് കഴിഞ്ഞ് അദ്ദേഹം കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പലതും വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ റട്ടേപ്പീസവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇതുവരെയും ആ മരുതൻകുഴി മുതൽ വട്ടിയൂർക്കാവ് വരെ വരുന്ന വികസനം, പേരുകട കറങ്ങി വരുന്ന വികസനങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും പലയിടത്തും മുറിച്ചും ഒക്കെ ഇട്ടിട്ടേ ഉള്ളൂ. ഓക്കെ. എന്തായാലും കുറേ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഓടി നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആർ ശ്രീലേഖയാണ്. ശ്രീലേഖയ്ക്ക് പ്രത്യേക ഒരു ഇമേജ് ഉണ്ട്. അവർ IPS കാരി, അല്ലെങ്കിൽ ആദ്യത്തെ IPS കാരി കേരളത്തിലെ വനിത എന്നതിലുപരി DGP എന്ന നിലയിലൊക്കെ അവരുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായിരുന്നു. അവർ വളരെ മിതത്വത്തോടു കൂടി പ്രവർത്തിച്ച ഒരു IPS ഓഫീസറാണ്. സാധാരണ IPSൽ സ്ത്രീകളെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പൊരു ഇതിനൊക്കെ അടുപ്പിച്ച് വരുന്ന ഒരു DGP ഉണ്ടായിരുന്നു. അവരൊക്കെ എത്ര മോശമായാണ് ഈ അവരുടെ ഈ ഓർഡർലിമാരോടും, ഈ പോലീസുകാർ ഇവർക്ക് ഒത്തിരി പേരെ കാണുമല്ലോ, 4-5 പേരെ വീട്ടിൽ കാണും, 4-5 പേര് വണ്ടി കാണും, 4-5 പേര് ഓഫീസിൽ കാണും. ഇവരെല്ലാം പിന്നെ പോലീസുകാരായിട്ടുള്ളവരെ തന്നെ നിയോഗിക്കുന്നത്. അവരോടൊക്കെ വളരെ മോശമായി പോലും പെരുമാറുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ എന്നുള്ള ഇതില്ലാതെ തന്നെ ആ ഒരു മാന്യത പോലും നിലനിർത്താതെ എന്താണ് അതെടുത്തോണ്ട് വരാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വഴക്ക് പറഞ്ഞ് MA ഒക്കെ പാസ്സായ പിള്ളേരാണിന്ന് പോലീസിലൊക്കെ നല്ല കുട്ടപ്പന്മാരായിട്ട് നിൽക്കുന്നത്. അതെ. ഞാൻ എൻ്റെ കൺമുമ്പിൽ വെച്ച് കണ്ടതാണ് ഒരു വനിതാ DGP അവരുടെ ഓർഡർലി ആയിട്ട് നിൽക്കുന്ന ഒരു പോലീസുകാരൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത്. പക്ഷേ ശ്രീലേഖയെക്കുറിച്ച് പറയുന്നത് നേരെ തിരിച്ചാണ്. വനിതാ പോലീസുകാർ പോലും എനിക്ക് മുതിർന്ന പോലീസ് ഓഫീസറുടെ ഒരു അപമാനം നേരിടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പം, ശരി നിങ്ങളിവിടെ പോകണ്ട, ഇവിടെ ഇരുന്നു, ഇപ്പം അയാളുടെ മുമ്പിലോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി അവരുടെ മാനം രക്ഷിച്ച സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവരെക്കുറിച്ചുള്ളവർ പലരും പറയുന്നത്. അത്രയ്ക്ക് ഒരു പ്രത്യേക വ്യക്തിത്വമാണ്. വ്യക്തികളുമായി ഡീൽ ചെയ്യുമ്പം അവർക്ക് IPSൻ്റെ യാതൊരു ഹുങ്കുമില്ല. ഒരു വളരെ സാധാരണക്കാരി. അതുകൊണ്ടാണ് ഒരു DGPയും കൗൺസിലറായിട്ട് മത്സരിക്കാൻ തയ്യാറാവില്ല. പഞ്ചായത്ത് മെമ്പറോ കൗൺസിലറായിട്ട് മത്സരിക്കും. ഏത് DGP എടുത്ത് പറഞ്ഞാലും ഓർഡറാന്ന് പറയും. പക്ഷേ അവർ അതൊരു ജനങ്ങളുടെ സേവനത്തിനുള്ള മാർഗമായിട്ട് കണ്ട് നിന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ട് അവർക്ക് അവരുടേതായ ഒരു ഗ്രിപ്പ് അവിടെ ഉണ്ട്. കൗൺസിലറായിട്ട് പോലും കുറഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ ചിലരുടെ ചോദിച്ചു, റെസിഡൻസ് മിഷൻ കാലത്തൊക്കെ ചോദിച്ചു, അവരുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ അത് ഇമ്മീഡിയറ്റായിട്ട് പരിഹരിക്കാൻ നോക്കും, ഇല്ലെങ്കിൽ ഞാനിത് സോൾവ് ചെയ്ത് തരാമെന്ന് പറയുകയും തിരിച്ച് അവരെ വിളിക്കുക. നമ്മളൊക്കെ സാധാരണ ഒരു ജനപ്രതിനിധിയെ അവിടെ പോയി നിന്ന് കണ്ട് വീണ്ടും കണ്ട് ഒക്കെ അല്ലേ കാര്യം. ഇത് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഉടനെ അയാളെ വിളിക്കും. അങ്ങനെ വിളിച്ചിട്ട് ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് ചെയ്തു, അല്ലെങ്കിൽ ഇന്നത് ഇപ്പോൾ ശരിയാകും, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഒരു ആപ്ലിക്കേഷൻ പോയി കൊടുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തന്നെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ശൈലി അവർക്ക് വന്നിട്ടുണ്ട്. കുറഞ്ഞ കാലം കൊണ്ട് അവർ വളരെ ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 പേരും മോശമല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ചിലർ പറയുന്നുണ്ട് ശരിയാക പോരാ, മറ്റവരുമായിട്ട് പിടിച്ച് നിൽക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ കട്ടത്രികോണ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കരുണാകരൻ്റെ മക്കൾ 2 പേരും അതെ കടുത്ത പോരാട്ടമാണ് നേരിടാൻ പോകുന്നത്. നല്ല പോരാട്ടമാണ് നേരിടുന്നത്. ഇതിൽ താമരയും കൈപ്പത്തിയും രണ്ടും മുരളി മന്ദിരത്തിലേക്ക് തൃശ്ശൂരേക്ക് പോകുമോ എന്നുള്ളത് വളരെ കൗതുകമുള്ള കാര്യവുമാണ്. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ കേരള നിയമസഭയിൽ ഏട്ടൻ കൈപ്പത്തിയിൽ മന്ത്രിയായിരിക്കുമ്പോൾ സഹോദരി താമര ചിഹ്നത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രംഗവും ചിലപ്പോൾ കാണേണ്ടി വന്നേക്കും. ഓക്കെ. അതുപോലെ തന്നെ കൗതുകരമായിട്ടുള്ള മറ്റൊരു കാര്യം, BJP ടിക്കറ്റിലാണ് 2 പേര് മത്സരിക്കുന്നത്. അതായത് അച്ഛനും മകനും മത്സരിക്കുന്ന ഒരു, അല്ലെങ്കിൽ NDA ടിക്കറ്റിൽ മത്സരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. PC ജോർജും ഷോൺ ജോർജും. അതെ. അവർ മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഉയർന്നു വന്ന് ജനപ്രതിനിധികളായി, എന്നിട്ടിപ്പോൾ ഇതാ വന്നിരിക്കുകയാണ് BJP ടിക്കറ്റിൽ. എന്തായാലും ഷോൺ ജോർജിനെ കുറിച്ചും വളരെ നല്ല ഇമേജാണ് അദ്ദേഹത്തിനുള്ളത്, നല്ല അഭിപ്രായമാണുള്ളത്. അപ്പന് പറഞ്ഞാൽ ഇപ്പിടിത്താനെന്ന് പറയില്ലേ, അതിൻ്റെ അപ്പുറമാണ്. കാരണം അപ്പന് ചില പക്വതകൾ കുറവ് ചിലപ്പോൾ വാക്കിൽ വരാറുണ്ട്. പക്ഷെ അതുകൂടെ പരിഹരിച്ചുകൊണ്ടാണ് ഷോൺ പലപ്പോഴും പക്വതയുള്ള പൊളിറ്റീഷ്യനാണ്. അതിഭയങ്കരമായ പക്വതയും എന്നാൽ അതിഭയങ്കരമായ കാര്യങ്ങൾ. PC ജോർജിന് ഒരു ഭയങ്കര കഴിവുണ്ട്, ചില ഡിപ്ലോമസികൾ. ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന് ശരിക്കും പറഞ്ഞാൽ നിലനിർത്തിയത് PC ജോർജാണ്. വേണ്ട സമയത്ത് ചില MLA-മാരെ വരെ പിടിച്ചു കൊണ്ടുവന്ന് ഇപ്പുറത്താക്കി നിർത്തി ആ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് നിലനിർത്തിയത് പോലും PC ജോർജാണ്. ചീഫ് വിപ്പായിട്ട് നിന്നുകൊണ്ട്. അതുപോലെ തന്നെ KM മാണിക്ക് പലപ്പോഴും നിർണായക നിമിഷങ്ങളിൽ വലിയ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് PC ജോർജിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്.
ഇങ്ങനെ പലർക്കും ഇടതുമുന്നണിയിലുള്ളവർക്കും ഒക്കെ സഹായം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇവർ രണ്ടുപേരും നല്ല ഫൈറ്റാണ് അവിടെ കാഴ്ചവെക്കുന്നത്. ഒരാൾ പൂഞ്ഞാറിലും ഒരാൾ പാലായിലും. അതെ, രണ്ടും എന്ന് പറഞ്ഞാൽ ഒന്ന് പൂഞ്ഞാറിൽ PC ജോർജിന് തന്നെ സ്വന്തമായിട്ടൊരു 40,000 വോട്ടുണ്ട്. പിന്നെ എല്ലാ വോട്ടിനും അദ്ദേഹം സ്വതന്ത്രമായിട്ട് നിന്നപ്പോഴും കിട്ടിയല്ലോ അദ്ദേഹത്തിന് ഒരു 10-40,000 വോട്ട് അദ്ദേഹത്തിൻ്റെ വകയായിട്ട് അദ്ദേഹം പിടിക്കും. കാരണം അത്രയ്ക്ക് നാളത്തെ ബന്ധമല്ലേ, ഇപ്പോൾ ഏഴാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇലക്ഷൻ നിൽക്കുന്നത്. പിന്നെ അപ്പം മണ്ഡലം 35 വർഷമായിട്ട് മണ്ഡലമായിട്ട് ബന്ധമാണ്. ഓരോ മുക്കിലും മൂലയിലുള്ള ആളിനെ പേര് പറഞ്ഞ് വിളിക്കാനുള്ള ഇതും എല്ലാം ഉണ്ട്. അദ്ദേഹം ഇട്ടിരിക്കുന്ന, അദ്ദേഹം കൊണ്ടുവന്ന പോസ്റ്റ് ഓഫീസ്, അദ്ദേഹം കൊണ്ടുവന്ന പിന്നെ റവന്യൂ ഓഫീസ്, അദ്ദേഹം കൊണ്ടുവന്ന വില്ലേജ് ഓഫീസ്, ഇങ്ങനെ തുടങ്ങി ഓഫീസുകൾ പോലും അദ്ദേഹം കൊണ്ടുവന്നതാണ് ഈ പൂഞ്ഞാറിലുള്ളത്. അപ്പോൾ പൂഞ്ഞാർ ജനതയ്ക്ക് അദ്ദേഹത്തിന് മറക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഈ വോട്ടിൻ്റെ കൂടെ BJPക്ക് ഒരു സ്ഥിരം ഒരു 15,000-20,000 വോട്ട് അവിടെ കിട്ടാറുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. ആ ഒരു 15,000 വോട്ട് കിട്ടിയാൽ പോലും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് അവിടുത്തെ കാൽക്കുലേഷൻ. അതാണ് ഒരു കാൽക്കുലേഷൻ. രണ്ടാമത്തേത് പാലായിൽ ഷോൺ ജോർജിന് വളരെ വലിയ അക്സെപ്റ്റൻസ് ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കുകയാണ്. അത് ജാതി മത ഭേദമന്യേ അക്സെപ്റ്റൻസ് കിട്ടിയെന്ന്. കാരണം എതിർവശത്ത് നിൽക്കുന്ന ഒരു ചില്ലറക്കാരല്ല. അതെ, ജോസ് മാണിയും ഒപ്പം തന്നെ മാണി സി കാപ്പനുമാണ്. മാണി സി കാപ്പന് കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ ഏതാണ്ട് അതിനേക്കാൾ വലിയ ഒരു സഹായം PC ജോർജ് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. തനിക്ക് കുറച്ച് വോട്ടുണ്ട് അവിടെ, അദ്ദേഹത്തിന്റെ കുറച്ച് ആൾക്കാരുണ്ട്. ശരിയാണ്, അവിടെയൊക്കെ കുടുംബ വോട്ട്, ബന്ധു വോട്ട് വലിയ തോതിലുണ്ട്. അപ്പം അത് ഇത്തവണ അച്ഛൻ മോന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മോൻ ചിലപ്പോൾ ഒന്നാമത് തന്നെ എത്തിക്കൂടായില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ ആ രീതിയിലേക്കാണ് പോര്. 1, 2, 3 ആര് പോകുമെന്ന് പറയാൻ പറ്റാത്ത, കൊമ്പ് ഓർക്കുന്ന ഒരു മത്സരത്തിലേക്കാണ് അവിടെ പോകുന്നത്. 2 താമര ഒരുപക്ഷെ അവിടെയും വിരിഞ്ഞേക്കാം. അങ്ങനെ വിരിഞ്ഞാൽ ഇവിടെ ഏട്ടനും അനിയത്തിയും വരുന്ന പോലെ തന്നെ അച്ഛനും മകനും അവിടെ ട്രഷറി ബെഞ്ചിലും പ്രതിപക്ഷത്ത് ആണെങ്കിൽ ഇവിടെ രണ്ടുപേരും പ്രതിപക്ഷത്ത് വന്നുകൂടായികയില്ല എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേകതയുള്ളൊരു തെരഞ്ഞെടുപ്പ് 9-ാം തീയതി ഈ മണ്ഡലങ്ങളിലേക്ക് ജനങ്ങളുടെ കയ്യൊപ്പ് എങ്ങനെയാവുമെന്ന് നമുക്ക് കാത്തിരിക്കാം. അതെ. ഇപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധേയരായ വിമതരുടെ ഒരു മത്സരം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ജി സുധാകരൻ, അദ്ദേഹം വളരെ ശ്രദ്ധേയനായ മുതിർന്ന CPM നേതാവായിരുന്നു. അതിനുശേഷം പാർട്ടിയിൽ അംഗത്വം പുതുക്കിയില്ല, സ്വതന്ത്രമായി മത്സരിക്കുന്നു. കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട്, UDFൻ്റെ പിന്തുണയുണ്ട്. അവിടുത്തെ നാട്ടുകാർക്ക് അദ്ദേഹം പ്രിയപ്പെട്ടവനാണ്. പാർട്ടി അദ്ദേഹത്തെ അവഹേളിച്ചു, അവജ്ഞയോടെ കണ്ടു, ചവിട്ടിത്തേച്ചു. അതിന് പിന്നാലെ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നേതാവ് എന്ന് നമ്മൾ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറ്റത്തരം കാണിച്ചു എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ പരാമർശം നടത്തുകയും ചെയ്തു. ഇതൊക്കെ അദ്ദേഹത്തിന് ഗുണമാകാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് VSന് ശേഷം ആലപ്പുഴ മണ്ഡലത്തിൽ, ആലപ്പുഴ ജില്ലയിൽ 9 മണ്ഡലങ്ങളിലും ഏതാണ്ട് ഒരുപോലെ അദ്ദേഹം അത് പറയുകയും ചെയ്തു. ഞാൻ എവിടെ നിന്നാലും എനിക്ക് പാർട്ടി ചിഹ്നം തന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്നാലും ജയിക്കും, പാർട്ടി എന്നെ നിർത്തിയാൽ എവിടെയും ജയിക്കും എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ജയിക്കാൻ കഴിവുള്ള ഒരാളാണ്. അദ്ദേഹമാണ് അവിടുത്തെ ഇന്നത്തെ H സലാം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ എതിരായി മത്സരിക്കുന്നവരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. ഇന്നത്തെ ജില്ലാ സെക്രട്ടറി വളർത്തിക്കൊണ്ടുവന്നത് എല്ലാം അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അവിടെ വലിയൊരു സേയുണ്ട്. അദ്ദേഹത്തിന് വ്യക്തിബന്ധം ഭയങ്കരമാണ്. അത് വേറൊരു വിധത്തിലാണ്. ഇപ്പം പറയുന്നത് ഒരു പരുക്കം മട്ടിലാണ്. അത് VSും അങ്ങനെയാണ്, പറയുന്നത് ഒരു പരുക്കം മട്ടിലാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് വന്നത് അബദ്ധമായി കാര്യം നടക്കില്ലെന്ന്. പക്ഷേ നമുക്ക് പലപ്പോഴും കാര്യം നടത്താൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കാര്യം നടന്നതായി നമുക്ക് കാണുമ്പോഴറിയുന്നത്, അയ്യോ സുധാകരൻ സാർ അത് സാധിച്ചു തന്നല്ലോ. അദ്ദേഹത്തിന് സാറെന്നാണ് എല്ലാവരും വിളിക്കുന്നത്, സഖാവ് എന്നല്ല വിളിക്കുന്നത്. സുധാകരൻ സാർ. ആ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന അത് ആദ്യം തർക്കത്തരമായിരിക്കും പോലെ ആയിരിക്കും നമുക്ക് പറയാം. അതിന് അങ്ങനെ അവിടെ നടക്കില്ല അത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുമെങ്കിലും പിന്നീട് അതിനൊരു സത്യമുണ്ട്, അതിനൊരു നീതി ഉണ്ടെന്ന് തോന്നിയാൽ ആ കഠിന മനസ്സിൽ ഒരു ചെറിയ സ്ഥാനം നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ചില ഉപകാരങ്ങൾ അദ്ദേഹം ചെയ്യും. അത് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്നപ്പോൾ പോലും എതിരാളികൾ പോലും പറഞ്ഞിരുന്നത് പാർട്ടി നോക്കാതെ പറയുന്ന കാര്യം ജെന്യുവിനാണെങ്കിൽ അത് നടത്തി തരുന്ന ആളാണ്. തീർച്ചയായിട്ടും നടത്തി തരും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദേവസ്വം ബോർഡ്, ഇത്രയും അലമ്പായ ദേവസ്വം ബോർഡിനെ അദ്ദേഹം എന്ത് ഭംഗിയായിട്ട് കൊണ്ടുപോയി. ഇന്ന് കൊടുത്ത സത്യവാങ്മൂലത്തിൻ്റെ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായ ക്രിയേഷനാണ്. അതായത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഇതിൻ്റെ എക്സ്പേർട്ടുകൾ, ഹിന്ദു മതത്തിൻ്റെയൊക്കെ എക്സ്പേർട്ടുകൾ ചേർന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി തീരുമാനിക്കണമെന്ന് ദേവസ്വം ബോർഡിൽ റിപ്പോർട്ട് കൊടുത്ത, ദേവസ്വം ബോർഡിൻ്റെ അടക്കം റിപ്പോർട്ട് കൊടുത്തതിൽ ഇന്നത്തെ ദേവസ്വം മന്ത്രി ഇദ്ദേഹമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റേതായ സുചിന്തിതമായ ചില ചിന്തകൾ കൂടി അതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? അത് ഫോളോ ചെയ്താൽ മതിയായിരുന്നു. ഈ ഗവൺമെൻറ് ഈ വെട്ടിലൊന്നും ചാടില്ലായിരുന്നു. രണ്ടാമത്
യുവതീ പ്രവേശനം വന്നപ്പോഴും ഞങ്ങളുടെ നിലപാട് വി എസ് അച്യുതാനന്ദൻ്റെ പേരിൽ എടുത്ത നിലപാടാണ്, അത് ജി സുധാകരൻ്റെ നിലപാടാണ്. ആ നിലപാട് ഞങ്ങൾ ഇനിയും തുടരുന്നുവെന്ന് അവിടെ പറഞ്ഞാൽ പോലും വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ഒരു ശബരിമല ഇഷ്യൂവേ ഉണ്ടാകത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ചില നിർണായകമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതായാലും ഇക്കുറി കേരളത്തിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൗതുകമുള്ള ഒട്ടേറെ മത്സരങ്ങളുണ്ട്. ജ്യേഷ്ഠനും അനുജത്തിയും മത്സരിക്കുന്നു, കെ കരുണാകരൻ്റെ മക്കൾ. അത് പക്ഷേ 2 പാർട്ടിയുടെ ടിക്കറ്റുകളിൽ. കെ മുരളീധരൻ കോൺഗ്രസിൽ തന്നെ തുടരുന്നു. അദ്ദേഹം മുതിർന്ന നേതാവായി വട്ടിയൂർക്കാവിൽ ഉറച്ച പോരാട്ടം കാഴ്ചവെക്കുമ്പോൾ തൃശ്ശൂരിൽ BJP ടിക്കറ്റിൽ പത്മജ വേണുഗോപാൽ മത്സര രംഗത്തുണ്ട്. 2 സ്ഥലത്തും നല്ല മത്സരമാണ് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മൾ ഷോൺ ജോർജിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പിതാവ് PC ജോർജും ഷോൺ ജോർജും മത്സരിക്കുന്നു. 2 പേരും NDA ടിക്കറ്റിൽ അവിടെ മത്സര രംഗത്തുണ്ട്, പാലായിലും പൂഞ്ഞാറിലുമായി. അവിടെ 2 പേരും വളരെ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വിജയം നേടിയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ള പ്രവചനവും വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റ് പ്രത്യേകതയുള്ള മത്സരങ്ങൾ നോക്കുമ്പോൾ വിമതന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ജി സുധാകരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടതില്ല. പാർട്ടിയുടെ കുറേയേറെ വീഴ്ചകൾ അത് അദ്ദേഹത്തെ പാർട്ടിക്ക് പുറത്തേക്ക് നയിക്കുകയും പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ വരെ എത്തിക്കുകയും ജനങ്ങൾക്ക് അദ്ദേഹത്തെ കൈവിടാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് എന്ന് നമുക്ക് അവിടെ നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മത്സരം മുന്നണികൾ തമ്മിൽ പൊട്ടിപ്പാറുന്ന മത്സരം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൗതുകമുള്ള മത്സരങ്ങളും നമ്മുടെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റിൽ പ്രതിപാദിച്ചത്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുക. നമസ്കാരം.